ജ്ഞാനികളിൽ ശലോമോൻ പറയുന്നു, ക്ഷമയുള്ള മനുഷ്യനാണ് ലോകത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമാൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ ക്ഷമിക്കാൻ തയ്യാറായി. ഹല്ലേലൂയ. അവൻ വേദനകൾ മറന്നു, ഇടിച്ചത് മറന്നു, അസൂയ മറന്നു, എല്ലാം മറന്നിട്ട് അവൻ പറയുകയാണ്, സഹോദരന്മാരോട് ഇറങ്ങി വന്നു. പിന്നെ പറഞ്ഞു, ഒരുമിച്ച് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ കാര്യം എങ്ങനെയാണ്? നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി എന്നെ ദൈവം എന്ത് ചെയ്തു? കഷ്ടങ്ങളിലൂടെ ദൈവം കടത്തി വിട്ടു. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, ദോഷം നിരൂപിച്ചവരോട് ക്ഷമിക്കുന്ന യോസേപ്പിനെ കാണുന്നു. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, ക്ഷമിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഹല്ലേലൂയ. എങ്ങനെയാ കർത്താവ് ക്ഷമിച്ചത്? എങ്ങനെയാ ക്ഷമിച്ചത്? തന്റെ ജീവൻ വെച്ചു കൊടുത്ത കർത്താവ് ക്ഷമിച്ചത്. ചിന്തിക്കണം. ഇന്ന് പകൽ നമ്മൾ ക്ഷമയെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞ് ചെറുതായിട്ടങ്ങ് വിടുക. ലീഡ് ചെയ്യുന്ന യുവദാസന്മാരൊക്കെ അല്ല, അവർ ഹൃദയത്തിന് അടുത്ത് എന്നാണ് പറയുന്നതെങ്കിലും ഒരു വാക്ക് നിങ്ങൾ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു വിടുമ്പോൾ ആ വാക്കിന്റെ ആഴം ഞാനിരുന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഹല്ലേലൂയ, കർത്താവ് എങ്ങനെയാ ക്ഷമിച്ചത്? ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തിക്കൊണ്ട്, ഹല്ലേലൂയ, മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും ജീവിച്ചിരുന്നവരുടെയും, ഹല്ലേലൂയ, ജനിക്കാനിരിക്കുന്നവരുടെയും പാപങ്ങൾ വഹിച്ചുകൊണ്ട് കർത്താവ് ക്രൂശിലെ മരണത്തോളം എന്ത് ചെയ്തു? താഴ്ത്തിയത് മാത്രമല്ല, അവൻ ക്ഷമിക്കുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്നൊരല്പം ഒന്ന് ക്ഷമിച്ചാൽ എന്താ പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. ഒന്ന് ക്ഷമിച്ചാൽ എന്താ? 12 വർഷമായി ഒരമ്മ മോളോട് സംസാരിച്ചിട്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറയുമായിരുന്നു. 12 വർഷത്തോളം ഇവർ മാറി നിന്ന് പലതും പറയുമായിരുന്നു. പക്ഷേ മകളുടെ ഭർത്താവ് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ സീരിയസ് ആയി കിടക്കുമ്പോൾ അവിടെ ചെന്നിട്ട് അമ്മ മോളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ എന്നോട് ക്ഷമിക്കണം, കർത്താവ് നിനക്ക് വിടുതൽ തരുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവർ ക്ഷമിക്കാൻ തയ്യാറായപ്പോൾ സംഭവിച്ചെന്നറിയാമോ? അകത്ത് വിടുതൽ നടന്നു. സന്തോഷമുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. വിഷയം കയറി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. വിഷയം മടന്നു പോകരുത്. ദോഷം നിരൂപിച്ചവരുടെ മധ്യേ ദൈവം എന്ത് ചെയ്തു? നമ്മളെ ഓരോരുത്തരെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് ദോഷം നിരൂപിച്ചവരുടെ മധ്യേ ദൈവം നമ്മെ മാനിക്കാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ദാവീദ് പറയുന്നു, എൻ്റെ അപ്പൻ തിന്നവൻ തന്നെ എൻ്റെ കുതുകാൽ തകർത്തിരിക്കുന്നു. അല്ലേ? പ്രൈസ് ദി ലോർഡ്. അതാരെക്കുറിച്ചാണ് പറഞ്ഞത്? അഗീഥോഫലിനെ കുറിച്ചാണ് പറഞ്ഞത്. തന്നോടൊപ്പം നടന്ന് തനിക്ക് ആലോചനകൾ പറഞ്ഞു കൊടുത്ത അഗീഥോഫൽ ഒരിക്കൽ എന്ത് ചെയ്തു? ദാവീദ് രാജാവിനെതിരെ തിരിഞ്ഞപ്പോൾ, ദോഷം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറായപ്പോൾ, ഹല്ലേലൂയ, അവനൊന്നും ചെയ്തില്ല. അവൻ ഓടി ദൈവസന്നിധിയിലേക്ക് പോയി. ഹല്ലേലൂയ. ദാവീദ് ചെയ്തതെന്നറിയാമോ? അഗീഥോഫലിനെതിരെ ഒരു വാക്കും പറഞ്ഞില്ല. ദോഷം ചെയ്ത അഗീഥോഫലിനെതിരെ ഒരു വാക്കും പറയാതെ അവൻ ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ തയ്യാറായി. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, ദാവീദ് ഒരു ദോഷവും ചെയ്യാതെ നിന്നപ്പോൾ ഇസ്രായേലിൽ അവന്റെ തലമുറകളുടെ സിംഹാസനത്തെ ദൈവം എന്ത് ചെയ്തു? ഉറപ്പിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ദൈവം പറയുന്നു, ദോഷം നിരൂപിക്കുന്നവരുടെ മധ്യേ നമ്മുടെ സിംഹാസനത്തെ ദൈവം എന്ത് ചെയ്യാൻ പോകുന്നു? ഉറപ്പിക്കാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെല്ലാം നമുക്കെതിരെ ദോഷം ചെയ്തുവോ അവരുടെ മുന്നിൽ നമ്മുടെ സിംഹാസനത്തെ, നമ്മുടെ തലമുറകളെ, നമ്മുടെ കുടുംബത്തെ ദൈവം എന്ത് ചെയ്യാൻ പോകുകയാണ്? ഉറപ്പിക്കുവാൻ പോകുകയാണ്. മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. ഇന്ന് പകൽ ദൈവം പറയുന്നു, ദോഷം ചെയ്തവരുടെ മധ്യേ നമ്മുടെ സിംഹാസനത്തെ, നമ്മെ, നമ്മുടെ തലമുറകളെ ദൈവം നിരൂപിക്കാൻ പോകുകയാണ്. കൂടെ ഇരുന്ന് ഒരു മേശയിലിരുന്ന് ആഹാരം കഴിച്ചവർ അഗീഥോഫൽ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏറ്റവും സൗന്ദര്യമുള്ള മകനായിരുന്നു അബ്ശലോം. അബ്ശലോമിനെ കുറിച്ച് ചരിത്രം പറയുന്നത് ബൈബിളിലല്ല. ചരിത്രം പറയുന്നത് അബ്ശലോം കുതിരപ്പുറത്ത് യെരൂശലേമിന്റെ തിരുവേദിയിലൂടെ യെരൂശലേമിന്റെ വീതികളിലൂടെ കുതിരപ്പുറത്ത് പോകുമ്പോൾ അവിടുത്തെ സ്ത്രീകൾ ആവാലവൃത്തം എന്ത് ചെയ്യും? സൗന്ദര്യം നിറഞ്ഞ അബ്ശലോമിനെ എന്ത് ചെയ്യും? നോക്കിക്കൊണ്ടിരിക്കും. അത്രത്തോളം സൗന്ദര്യമുള്ള, അത്രത്തോളം അബ്ശലോമിന് ജ്ഞാനമേ ഉള്ളൂ. സൗന്ദര്യത്തിൽ ആരായിരുന്നു മുന്നിൽ? അബ്ശലോമായിരുന്നു. ഹല്ലേലൂയ. കുതിരപ്പുറത്ത് പോകുമ്പോൾ തെരുവീതികളിൽ നൂറുകണക്കിന് സ്ത്രീകൾ നിന്നുകൊണ്ട് ആരുടെ സൗന്ദര്യം നോക്കും? അബ്ശലോമിന്റെ സൗന്ദര്യം നോക്കും. അത്ര സൗന്ദര്യത്തിൽ നിറഞ്ഞ ഒരു മകൻ ഒരു നിമിഷം കൊണ്ട് അപ്പൻ എന്തായി മാറി? ദോഷമായി മാറി. പക്ഷേ ദോഷം ചെയ്തില്ല. കാട്ടിലേക്ക് ഓടിപ്പോയിട്ട് എന്ത് ചെയ്തു? കരഞ്ഞതേ ഉള്ളൂ. നമുക്ക് ദോഷം ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദോഷം ചെയ്യുന്ന കാരണം നമ്മുടെ സ്ഥിതിയെ കർത്താവ് മാറ്റാൻ പോകുകയാണ്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു. ഈ അവസാന സമയങ്ങളിൽ നമ്മെ അവിടെ ദോഷം നിരൂപിച്ചവരുടെ മധ്യേ ദൈവം അവരുടെ വായ കൊണ്ട് തന്നെ പൗലോസിന് എന്തെന്ന് പറയിച്ചു? ദേവനെന്ന് പറയിച്ചു. ഹല്ലേലൂയ. ആര് ദോഷം നിരൂപിച്ചോ അവരെ കൊണ്ട് അപ്പം വിളമ്പിച്ചു. ഹല്ലേലൂയ. ആര് ദോഷം നിരൂപിച്ചോ അവരെ കൊണ്ട് അവൻ പോകേണ്ട കപ്പൽ നിറച്ചെന്ത് ചെയ്തു? സാധനം കയറ്റി കൊടുക്കാനിടയായി തീർന്നു. ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി ശക്തമായി നമുക്ക് വേണ്ടി വെളിപ്പെടുവാൻ പോകുകയാണ്. ഹല്ലേലൂയ.
ഒരു ചിന്തയോടെ പറഞ്ഞ് വേഗത്ത് നിർത്താം. നിങ്ങളെല്ലാം ക്ഷീണിച്ചെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദോഷം നിരൂപിക്കുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഇയ്യോബിൻ്റെ മുന്നിലിരിക്കുക. നിങ്ങൾ എനിക്കെതിരെ ദോഷം നിരൂപിച്ചെന്ന് തന്നെ ഇയ്യോബ് എന്ത് ചെയ്യുകയാണ്? പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നല്ല ആലോചനകൾ പറഞ്ഞു കൊടുത്തറ നല്ല കാലത്ത്. പക്ഷേ വേദനയുടെ മധ്യേ ഈ ഒരു കൂട്ടം സുഹൃത്തുക്കൾ വന്നിരുന്ന് നിന്റെ പാപം കൊണ്ടാണ് നിനക്കിത് സംഭവിച്ചെന്ന് പറഞ്ഞ് ദോഷം പറയുമ്പോൾ അവിടെയും അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് നോക്കിയ ഇയ്യോബിനെ നമ്മൾ കാണുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ ഇയ്യോബിൻ്റെ സ്ഥിതിയെ നമുക്കറിയാം. അവസാനം നമ്മൾ കാണുവാൻ കഴിയുന്നത് ഇന്ന് ഈ അവസാന സമയത്ത് നമ്മുടെ കർത്താവിനെതിരെയും അനേകർ എന്ത് ചെയ്തു? ദോഷം നിരൂപിച്ചു. പക്ഷേ അവൻ്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുക. കാരണം കർത്താവ് ദോഷം നിരൂപിച്ച റോമാക്കാരുടെയും യഹൂദ പുരോഹിതന്മാരുടെയും യഹൂദന്മാരുടെ മധ്യേ അവൻ ജീവനുള്ളവനായി എന്ത് ചെയ്തു? ദൈവപുത്രനായി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ അവൻ ഉയർത്തെഴുന്നേറ്റ് പുറത്തു വന്നു രാജാതി രാജാവായി സ്വർഗത്തിലിരിക്കുകയാണ്. ഇന്ന് പകലിൽ പറയുന്നു, ദോഷം നിരൂപിക്കുന്നവരുടെ മധ്യേ നമ്മളെ ദൈവം, ആ വാക്ക് അവിടെ എഴുതിയിരിക്കുന്ന ദേവൻ എന്നാ പറയുന്നത്. ദേവൻ എന്ന് പറയുക. നമ്മളെ ദേവൻ എന്ന് പറഞ്ഞില്ലെങ്കിലും ദൈവവൈതലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ ദോഷം നിരൂപിക്കുന്നവരുടെ മധ്യേ ദൈവം മാനിക്കാൻ പോകും. അതെല്ലാം കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം.